ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ ഒന്നും ജീവിക്കാൻ കഴിയില്ല. വലിയ കഷ്ടപ്പാടന്നെ. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട. നമ്മളെന്തിനാ ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം? ആര് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ്? ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട്. നമ്മള് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ നമ്രൂദ് ഒരുക്കിയത് വലിയ അഗ്നികുണ്ടാരാണ്. ഓളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ജറക് കരിഞ്ഞിട്ട് താഴെ വീണു. അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത്. അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം ആ പേര് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് സിന്ദാബാദ് എന്ന് പറയാൻ 200 കോടി ജനങ്ങളുണ്ട്. നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നതാരാ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആരാണ് ഫിർഔൻ? ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ. ഇനി വേറൊരു അള്ളയും റബ്ബും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്റെ താഴെ അല്ലാതെ ഇന്റെ മേലെ അല്ല. അതാണ് ഫിറഔൻ. നിങ്ങൾ ഓർത്തു നോക്കി, കലിമുല്ലാഹി മൂസ 200 കോടി ജനങ്ങൾ ഇന്നും പറയും സിന്ദാബാദ്. ഫിറഔന്റെ പേരിൽ സിന്ദാബാദ് വിളിക്കണ ഒറ്റ ആളെ കാണിച്ചു തരും. അതുകൊണ്ട് ഈ ഇസ്ലാം ഇവിടുന്നാണ് ഇല്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യരുത്.